പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പുതിയൊരു ക്ലാസ് സെഷൻ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന ഭാഗം കഴിഞ്ഞ പാർട്ട് 4ൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതുപോലെ ഫോർമാറ്റ് ഓഫ് എ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കൂടാതെ നമ്മൾ 1-2 പ്രോബ്ലം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കയ്യിലെടുക്കുക. ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ നോട്ടിൽ കൃത്യമായി നോട്ട്സ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെയും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 3 കോളംസാണ് ഉള്ളത്. ഒന്ന് ബേസിസ്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, 3ാമത്തെ കോളം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ആദ്യത്തെ ബേസിസ് നേച്ചർ. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്തത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടന്നിട്ടുള്ള എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും അവരെഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സമ്മറിനെയാണ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് നേച്ചർ ഓഫ് ഐറ്റംസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇറ്റ് റെക്കോർഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ ഓൺലി. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നേച്ചറുള്ള, അതായത് റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് റെക്കോർഡ്സ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നേച്ചർ. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമല്ല ക്യാപിറ്റൽ നേച്ചറുള്ള റെസിപ്റ്റ്സും അതുപോലെ പേയ്മെൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യും. അടുത്ത ബേസിസ് എന്ന് പറയുന്നത് പീരീഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഐറ്റംസ് റിലേറ്റ് ഓൺലി ടു ദ കറൻറ്റ് പീരീഡ്. അതായത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഏത് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഐറ്റംസ് മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. അതായത് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ടിൽ കിട്ടിയതും ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് ഇനി കിട്ടാനുള്ളതും അതുപോലെ കൊടുത്തതും ഇനി കൊടുക്കാനുള്ളതും അങ്ങനത്തെ ആ കറൻറ്റ് പീരീഡിൽ മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് മേ ആൾസോ റിലേറ്റ് ടു പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് പീരീഡ്സ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് അങ്ങനെ കറൻറ്റ് പീരീഡ് എന്നുള്ള ഒരു വ്യത്യാസമില്ല. അതിന് കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ കൊല്ലത്തെ ആവാം, വരാനിരിക്കുന്ന കൊല്ലത്തെ ആവാം, അതൊന്നും വിഷയമല്ല. അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അടുത്തത് ഡെബിറ്റ് സൈഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് എക്സ്പെൻസസ്, ദാറ്റ് മീൻസ് എക്സ്പെൻഡിച്ചർ. അതാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് റെസിപ്റ്റ് സൈഡ് ആയിരിക്കും. റെസിപ്റ്റ്സ് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അടുത്തത് ക്രെഡിറ്റ് സൈഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് ഇൻകം ആൻഡ് ഗെയിൻസ്. ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് പേയ്മെൻറ്റ്സ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ്സും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഓൾ ഇൻകംസും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഓൾ പേയ്മെൻറ്റ്സും ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അടുത്തത് ഡെപ്രിസിയേഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡെപ്രിസിയേഷൻ ബിക്കോസ് ഇറ്റ്സ് എ നോൺ ക്യാഷ് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അടുത്ത ഓപ്പണിംഗ് ബാലൻസ്. ദർ ഇസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ഓപ്പണിംഗ് ബാലൻസസ് ഉണ്ടാവില്ല.
പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഇൻ ദ ബിഗിനിങ് റെപ്രസെൻറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ തുടങ്ങുന്നത് തന്നെ ബാലൻസ്, അതായത് ക്യാഷ് ബാലൻസും അതുപോലെ ക്യാഷ് ബാങ്ക് ബാലൻസിൽ നിന്നാണ്. ഓ ചില സമയങ്ങളിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കാം. അപ്പോൾ ബാലൻസ് ഇൻ ദ ബിഗിനിങ് റെപ്രസെൻറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ്. ദെൻ അടുത്തത് ക്ലോസിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റ്സ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഓർ വൈസ് വേഴ്സ. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഇൻകം സൈഡ് ഹെവിയറും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ സർപ്ലസ് എന്നും, അല്ല എക്സ്പെൻഡിച്ചർ സൈഡ് ഹെവിയറും ഇൻകം സൈഡ് കുറവാണെങ്കിൽ അതിൻ്റെ ബാലൻസിങ് ഫിഗറിനെ നമ്മൾ ഡെഫിസിറ്റും എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ആൻഡ് ബാങ്ക് ബാലൻസ് അറ്റ് ദ എൻഡ്, അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന പേരിലാണ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് അറിയാം. ഇതൊക്കെയാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെയും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയും ഡിഫറൻസസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പെർസ്യൂ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തറോലി. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെയധികം സഹായകരമാവും. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ രണ്ട് സൈഡുകളുണ്ട്, നമുക്കറിയാം, റെസിപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും. ആ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ റവന്യൂ പേയ്മെൻറ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസുകൾ ഉണ്ടായിരുന്നു, ക്ലോസിംഗ് ബാലൻസുകൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം കൃത്യമായി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നത് നമുക്ക് അടുത്തുള്ള സ്റ്റെപ്പുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആസ് ദേ ആർ നോട്ട് ആൻ ഇൻകം. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ആദ്യത്തെ ഐറ്റംസ് ആയിട്ടുള്ള ഓപ്പണിംഗ് ക്യാഷ് ബാലൻസസ്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസസ്, ചില ഒക്കേഷനിൽ ഓവർ ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ അവസാനത്തെ ഐറ്റം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അവസാനം കാണുന്ന ഐറ്റംസ് ആയിട്ടുള്ള ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ക്യാഷ്, അതുപോലെ ബാങ്ക്, ഇനി റയർ ഒക്കേഷനിൽ ഓവർ ഡ്രാഫ്റ്റ്. ഇത്ര ഐറ്റംസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതിന് കാരണം ആസ് ദേ ആർ നോട്ട് ആൻ ഇൻകം. ഇത് ഓൺലി ക്യാരി ഫോർവേഡ് ചെയ്യുന്ന, കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഈ കൊല്ലത്തിലേക്ക് മാറ്റി വയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ കൊല്ലത്തിൽ നിന്ന് അടുത്ത കൊല്ലത്തിലേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് ഇവ ഇൻകം ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഐറ്റംസ്, അതായത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്, ഇത്തരം ഐറ്റംസിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്ക്ലൂഡ് ചെയ്യും. അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പ്, എക്സ്ക്ലൂഡ് ദ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആസ് ദേ ആർ ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള റെസിപ്റ്റ്സും, അതായത് റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും, അതുപോലെ റവന്യൂ പേയ്മെൻറ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൽ റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അതിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അത് നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനുള്ള ഐറ്റംസ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസിഡർ ഓൺലി റവന്യൂ റെസിപ്റ്റ്സ് ടു ബി ഷോൺ ഓൺ ദ ഇൻകം സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലാണ് റവന്യൂ റെസിപ്റ്റ്സ് കാണിക്കേണ്ടത്. ഇനി സം ഓഫ് ദീസ് നീഡ് ടു ബി അഡ്ജസ്റ്റഡ് ബൈ എക്സ്ക്ലൂഡിംഗ് ദ അമൗണ്ട്സ് റിലേറ്റിംഗ് ടു പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് പീരിയഡ്സ്. ചില സമയങ്ങളിൽ റവന്യൂ റെസിപ്റ്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില ഐറ്റംസിൽ സം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടതായിട്ട് വരും. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ റവന്യൂ ഐറ്റംസിൽ കഴിഞ്ഞ കൊല്ലത്തെയോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തെയോ എമൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയറിൽ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ
ഒരു സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ഓരോ കൊല്ലം വാങ്ങേണ്ടതുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം കിട്ടാത്തതുണ്ടാവാം, അടുത്ത കൊല്ലത്ത് നേരത്തെ തന്നിട്ടുണ്ടാവാം. നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചപ്പോൾ എല്ലാം നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ കഴിഞ്ഞ കൊല്ലത്തെ വാങ്ങിയത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അതുപോലെ തന്നെ അടുത്ത കൊല്ലത്തെ ആരെങ്കിലും അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ഈ കൊല്ലത്തെ മാത്രമേ കാണിക്കാവൂ. മാത്രമല്ല, ഇൻക്ലൂഡിങ് ദ എമൗണ്ട്സ് റിലേറ്റിംഗ് ടു കറൻറ്റ് ഇയർ നോട്ട് യെറ്റ് റിസീവ്ഡ്. ഒരു പക്ഷേ ഈ കൊല്ലത്ത് ഇനിയും കിട്ടാനുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഈ കൊല്ലത്ത് ഇനിയും കിട്ടാനുണ്ടെങ്കിൽ ആ കിട്ടാനുള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റവന്യൂ സൈഡിൽ കാണിക്കുന്ന റവന്യൂ റെസിപ്റ്റ്സിൽ ചില സമയങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് അവ വിധേയമാവാറുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് റവന്യൂ എക്സ്പെൻസസ് ടു ദ എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വിത്ത് ഡ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. റവന്യൂ എക്സ്പെൻസസ് കാണിക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ്, അതും വിത്ത് ഡ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ആസ് പെർ ദ അഡീഷണൽ ഇൻഫർമേഷൻ provided relating to the amount received in advance and those not yet received. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റവന്യൂ എക്സ്പെൻസസുകളിലും ചില സമയങ്ങളിൽ കഴിഞ്ഞ കൊല്ലത്തെയോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തെയോ എമൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ ഈ കൊല്ലത്തെ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊല്ലത്തെ എമൗണ്ട് വല്ലതും നമ്മൾ കൊടുക്കാനുള്ളത് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ ഈ കൊല്ലത്തിൽ അത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമായിരിക്കും നമ്മൾ റവന്യൂ എക്സ്പെൻസസ്. അത് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിട്ടുണ്ടാവും. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് ഐറ്റംസ് നോട്ട് അപ്പിയറിംഗ് ഇൻ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ഡിറ്റർമിനിങ് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഫോർ ദ കറൻറ്റ് ഇയർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്നത് നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് അറിയാൻ വേണ്ടിയാണ്. അതിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടി നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താത്ത ചില ഐറ്റംസ്, അതായത് ഡിപ്രിസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇഫ് റിക്വയർഡ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇത്രയും ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിരുന്നപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ല, നോൺ ക്യാഷ് ഐറ്റംസ് ആയതുകൊണ്ട്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് അതിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടി ഈ ഐറ്റംസും കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ഇയർ എൻഡ്. നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിർബന്ധമായും അതിനൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം. ഹെഡിങ് ഇങ്ങനെയായിരിക്കും: ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ്. ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്നത്, ആ പർട്ടിക്കുലർ ഇയർ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ നമുക്ക് നോക്കാം, ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡാണ്. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചപ്പോൾ ഡെബിറ്റ് സൈഡ് റെസിപ്റ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡും ആയിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡ് ഇൻകവുമാണ്. അതുമാത്രമല്ല, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ കാണിച്ചിരിക്കുന്നത് എല്ലാം റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറുകളാണ്. നമുക്ക് കാണാം സാലറി ആൻഡ് വേജസ്, ഹോണറേറിയം, റിപ്പയേഴ്സ്, ഇതൊക്കെ റിക്കറിങ് നേച്ചറായിട്ടുള്ള പോസ്റ്റേജ്, അപ്പ് കീപ്പ് ഓഫ് ലോൺസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെ മെയിൻ്റനൻസ്, റെൻറ്റ്, ഇൻഷുറൻസ്, ലോസ് ഓഫ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്, ഇതൊക്കെ റിക്കറിങ് നേച്ചറിലുള്ള, അതായത് റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ആണ്. ഇനി ഓൺ ദ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കാണാം ഇൻകംസ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇൻകം എന്ന് പറയുമ്പോൾ റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റ്സ് ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. നോക്കാം, സബ്സ്ക്രിപ്ഷൻ, ഗ്രാൻഡ് റിസീവ്ഡ്, പ്രത്യേകിച്ച് ഇൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഫോർ ജനറൽ പർപ്പസ്. അതുപോലെ തന്നെ എൻട്രൻസ് ഫീയുടെ ക്യാപിറ്റലൈസ് ചെയ്യാത്ത ഭാഗമാണ് നമ്മളിവിടെ
കാണിക്കേണ്ടത്. അതുപോലെ ജനറൽ ആയിട്ടുള്ള ഡൊണേഷൻ 2 തരമുണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്. അപ്പോൾ ജനറൽ ഡൊണേഷനാണ് ഇവിടെ കാണിക്കുക. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലോക്കർ റെൻറ്റ്, അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസാണ് ഇൻകം സൈഡിൽ കാണിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റവന്യൂ നേച്ചറിലുള്ള റിക്കറിങ് നേച്ചറിൽ വരുന്ന റവന്യൂ റെസിപ്റ്റ്സ് ആണ് നമ്മൾ ഇൻകം സൈഡിൽ കാണിക്കുക. ഇനി ഇതിൻ്റെ എൻഡിൽ കാണാം 2 സൈഡിലും, അതായത് നമുക്ക് സപ്പോസ് ഇൻകം സൈഡാണ് ഹെവിയർ എങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൻ്റെ അവസാനമായിട്ട് കാണാം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അത് സർപ്ലസ് ആയിരിക്കും. നേരെ മറിച്ച് എക്സ്പെൻഡിച്ചറാണ് കൂടുതലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇൻകം സൈഡിൽ അവസാനമായിട്ട് കാണാം ഡെഫിസിറ്റ്, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഇതാണ് നമ്മളുടെ ഒരു ഫോർമാറ്റ്. നമ്മളെന്തായാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോർമാറ്റ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഈ ഫോർമാറ്റ് നമ്മുടെ നോട്ടിൽ കൃത്യമായി വരച്ച് നമ്മൾ ഓരോ ഐറ്റംസും കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ. നമ്മളിപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മുടെ ഈ ചാപ്റ്ററിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2019. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കാണാം ഇപ്പോൾ സ്ക്രീനിൽ. റെസിപ്റ്റ് സൈഡുണ്ട്, പേയ്മെൻറ്റ് സൈഡുണ്ട്. റെസിപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിൻ്റെയും അതുപോലെ ബാങ്കിൻ്റെയും, സബ്സ്ക്രിപ്ഷൻ 2017-18, 18-19, 19-20 3 കൊല്ലങ്ങളിലായിട്ട് 2,65,000 രൂപ കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതുപോലെ ലോക്കർ റെൻറ്റ് ഒക്കെ കാണാം. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലൈറ്റിംഗ്, ടെലിഫോൺ, പോസ്റ്റേജ്, വേജ് ആൻഡ് സാലറി, ഇൻഷുറൻസ് ആൻഡ് പ്രീമിയം, പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാഷിൻ്റെയും അതുപോലെ തന്നെ ബാങ്കിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രോബ്ലം കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ടിൽ ഇത് എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷമേ പ്രോബ്ലം ചെയ്യുന്ന ആ ഏരിയയിലേക്ക് നിങ്ങൾ കടക്കാവൂ. അപ്പോൾ നമുക്ക് കൃത്യമായി എല്ലാവരും എഴുതിയെടുക്കുക. നമ്മളത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യമായി ഹെഡിങ് കൊടുത്തു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2019. നമുക്ക് 31st March അവസാനിക്കുന്ന ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരയ്ക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ അക്കൗണ്ട് വരച്ചു. അക്കൗണ്ടിൽ ഓൺ ദ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചറും ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഇൻകവും എമൗണ്ട് കോളമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടൻസി നോട്ടിലുള്ള പ്രോബ്ലം എടുക്കുക. അതിൽ ആദ്യം തന്നെ പേയ്മെൻറ്റ് സൈഡ്, നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ടിൽ ഇപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന പ്രോബ്ലത്തിൽ പേയ്മെൻറ്റ് സൈഡ് എടുക്കുക. അതിൽ ഓരോ ഐറ്റംസ് നോക്കുകയാണ്. ഫസ്റ്റത്തെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 38,750, അതുപോലെ ലൈറ്റിംഗ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ടെലിഫോൺ, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ആൻഡ് വേജ് ആൻഡ് സാലറി, ഇൻഷുറൻസ് പ്രീമിയം. ഇത്രയും ഐറ്റംസ് നമുക്കറിയാം റിക്കറിങ് നേച്ചറായിട്ടുള്ള റവന്യൂ പേയ്മെൻറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ട ഐറ്റംസാണ്. നമ്മൾ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി കാണിച്ചു, അതുപോലെ തന്നെ ലൈറ്റിംഗ്, അതുപോലെ റേറ്റ്സ് ആൻഡ് ടാക്സ്, ടെലിഫോൺ ചാർജസ്, പോസ്റ്റേജ് ആൻഡ് കൊറിയർ കാണിച്ചു, അതുപോലെ തന്നെ വേജ് ആൻഡ് സാലറി, ഇൻഷുറൻസ് പ്രീമിയം. അടുത്ത ഐറ്റമായത് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. നമുക്കത് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല, അതൊരു ക്യാപിറ്റൽ ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. പിന്നെ കാണുന്നത് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡും ക്ലോസിംഗ് ക്യാഷ് അറ്റ് ബാങ്കുമാണ്. ഇതും നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റമല്ല. നമ്മൾ ഓൾറെഡി സ്റ്റെപ്പിൽ പഠിച്ചിട്ടുണ്ട്. ഓപ്പണിങ്ങും അതുപോലെ ക്ലോസിങ്ങും ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഒന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. അതിൻ്റെ കാരണം അതൊരു ഇൻകമോ എക്സ്പെൻഡിച്ചറോ അല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളതിൽ ഉൾപ്പെടുത്തില്ല. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് റെസിപ്റ്റ് സൈഡ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ പ്രോബ്ലത്തിൽ റെസിപ്റ്റ് സൈഡിൽ
അതിൽ നോക്കാം. ആദ്യത്തെ ഐറ്റം ക്യാഷ്, ഓപ്പണിംഗ് ക്യാഷ്, അതുപോലെ ബാങ്കിൻ്റെ ബാലൻസുകളാണ്, നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്സ്ക്രിപ്ഷൻ നമുക്ക് 2017-18, 18-19, 19-20 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കറണ്ട് ഇയർ എന്ന് പറയുന്നത് 18-19. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ട് വരച്ചപ്പോൾ നമ്മളതിൽ ഉൾപ്പെട്ട മൊത്തം എമൗണ്ടിൽ കഴിഞ്ഞ കൊല്ലത്തെയും അതുപോലെ തന്നെ അടുത്ത കൊല്ലത്തെയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഇയർ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതായത് 2018-19 മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ 2018-19 2,25,000. ഇത്രയും ശ്രദ്ധിക്കുക. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രോബ്ലം ചെയ്യുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഇനി വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ കറണ്ട് ഇയറിലെ 2,25,000 നമ്മൾ എടുത്തെഴുതി. അടുത്തത് നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ളത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ആണ്. നമുക്കറിയാം, ഡൊണേഷൻ ഒരു സ്പെസിഫിക് പർപ്പസിന് തരികയാണെങ്കിൽ അത് ഒരു ക്യാപിറ്റൽ നേച്ചറായിട്ടുള്ള റെസിപ്റ്റാണ്, നമുക്ക് ഇൻകമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്തത് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരു റിക്കറിങ് നേച്ചറാണ്, ഒരു റവന്യൂ നേച്ചറായിട്ടുള്ള ഒരു ഇൻകമാണ്. അത് നമ്മളുടെ ഇൻകം സൈഡിൽ കാണിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ നേച്ചറായിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നമുക്ക് ഇൻകം സൈഡിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അത് റിക്കറിങ് നേച്ചറാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമുക്ക് കിട്ടുന്ന അത് ഇയർലിയോ മന്ത്ലിയോ യൂഷ്വലി ഇയർലിക്കായിട്ട് നമുക്ക് കിട്ടുന്ന പലിശ, അത് ഒരു റവന്യൂ നേച്ചറാണ്. അത് ഇൻകം സൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതും നമ്മൾ കാണിച്ചു 12,000. പിന്നെ വരുന്നത് ലോക്കർ റെൻറ്റ്, അതും ഒരു റവന്യൂ നേച്ചറിൽ വരുന്നതാണ്. നമ്മൾ ഇൻകം സൈഡിൽ ഉൾപ്പെടുത്തി നമ്മൾ ലോക്കർ റെൻറ്റ് കാണിച്ചു. ഇത്രയാണ് നമ്മുടെ ഇൻകം സൈഡിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും എൻ്റർ ചെയ്യാവുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി സാധാരണഗതിയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം സൈഡാണ് ഹെവിയർ വരാറ്. നമുക്ക് എന്തായാലും ടോട്ടൽ ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലത്തിൽ ഇൻകം സൈഡ് തന്നെയാണ് ഹെവിയർ, 3,80,000 രൂപ. അത് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുത്തെഴുതി. ഇനി ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ നോക്കുകയാണ്. ഇൻകം സൈഡാണ് ഹെവിയർ എങ്കിൽ ഡെഫിനറ്റായിട്ടും അതിൻ്റെ ബാലൻസിങ് ഫിഗർ എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കും വരിക. അതിനെ നമ്മൾ സർപ്ലസ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, സർപ്ലസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. 1,18,400 രൂപയാണ് ഈ അക്കൗണ്ടിങ് ഇയറിലെ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ നമ്മുടെ സർപ്ലസ് ആയിട്ട് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർപ്ലസ് 1,18,400 രൂപയാണ്. അത് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പ്രോബ്ലം ഇപ്പം നമ്മൾ ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ പ്രോബ്ലം ഒന്നുകൂടി എടുക്കുക. ഈ ചെയ്ത് ഭാഗം അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.